ഡിയർ 2025, താങ്ക് യു ഫോർ എവറിത്തിങ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർഷം തന്നെയായിരുന്നു കേട്ടോ 2025. പക്ഷേ എനിക്ക് വലിയൊരു പുനർചിന്തനം വന്നിട്ടുള്ള, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന പല സ്ഥലത്തു നിന്നും മാറിയിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുള്ളൊരു വർഷം കൂടിയായിരുന്നു ഇത്. പണ്ടൊക്കെ ഇപ്പോൾ ഒരു ടീച്ചറുടെ അടുത്ത ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ അത് ടീച്ചറുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയോട് പിണങ്ങിക്കഴിഞ്ഞാൽ അത് അവളുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. എടുത്തൊരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ എടുത്തൊരു ഡിസിഷൻ തെറ്റായിപ്പോയാൽ അത് വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെ വേണ്ടതിനും വേണ്ടാത്തതിനും സ്വന്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തൊരു വല്ലാത്ത ഡിപ്രഷനായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പലതിലും ഞാൻ മാത്രമൊന്നുമല്ല കുറ്റക്കാരെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തെറ്റാന്ന് തോന്നി അത് തിരുത്തുക, അവരോട് മാപ്പ് ചോദിക്കുക. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക. ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്ത വർഷം കൂടിയായിരുന്നു 2025.